എന്തായി ചോറ് വിളമ്പാൻ നോക്കല് കുട്ടിയെ? ആ അമ്മ വിളമ്പാൻ തുടങ്ങാണ്. ആൽസിനും കാക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കണ്ട് കൊടുത്ത് ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും കൂടിയാണ്ട് ഇരിക്കാം. ആ ഓല് വന്നിട്ടല്ലേ ഇപ്പൊ ചായയും കടിയൊക്കെ കുടിച്ചത്. അതേ ഇക്കാരത്തിട്ട് കഴിഞ്ഞിട്ട് മതി അറിഞ്ഞത്. ആസിക്കും അപ്പൊ കുടിച്ചില്ലേ? ഇതിലൊരു നുള്ളും കൂടി ഉപ്പിട്ടാളെ സൽമോ, ഒന്ന് ഉള്ളു കുറവുണ്ട്. അല്ല ഇപ്പൊ ഇനി ഓലപ്പെരിക്കണുണ്ടാണാവോ? ഒന്നുകൂടി വിളിച്ചു നോക്കി. ഇപ്പാൻ ഇനി വിളിച്ചിട്ട് കാര്യമില്ല, എന്നിട്ട് ഞാൻ ഇട്ടോളാം. ഇപ്പാക്ക് ആ 7-7:30 തിന്ന് കിടന്നാലേ അതൊരു റാത്താണ്. അതിപ്പോ ഇന്നലെയും തുടങ്ങിയ ശീലമൊന്നല്ലല്ലോ. അത് ആർസിന് വരണതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓൻ്റെ ഒപ്പം ഒന്നും ഇരിക്കാമല്ലോ വിചാരിച്ചിട്ടാ ആ നേരമില്ലാത്ത നേരത്ത് ഇപ്പൊ എല്ലാരും കൂടെ ചായ കുടിക്കാനിരുന്നത്. ഇനിയിപ്പോ വിളിച്ചിട്ടും കാര്യമില്ല. ഇന്നാ പിന്നെ ഉറങ്ങിക്കോട്ടെ, പുലർച്ചെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിട്ട് നീക്കാനുള്ളതും അല്ലേ. ആ എന്നാ ഇനിയിപ്പോ നേരം വെക്കണ്ട, ഇഞ്ചി പ്ലേറ്റ് ഒക്കെ ഉണ്ട് ചോറ്റിരുത്താളെ. ഞാൻ അപ്പോത്തിന് ഇതുണ്ട് പാത്രത്തേക്കാക്കാം. അല്ലമ്മ, ഫുഡ് വിളമ്പാറായില്ലേ? നേരെ 10 മണി ആയല്ലോ. എന്താ പിന്റെ ആൾക്ക് അവിടെ നിന്ന് നീറ്റ് വരാൻ തോന്നിയത്? ആർച്ചും കാക്കിയൊക്കെ ആ കൊലായ്മ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങിയിട്ട് നേരെ എത്ര അയക്കണേ. ഇജ് ആ ഫോണും കുത്തിയിട്ട് ആ റൂമിൽ വെറുതെ കെടുക്കണ നേരം ഇവിടെ വന്ന ആ പെണ്ണിന്റെ അപ്പൊ എന്തെങ്കിലും ഒരു പണിക്ക് കൂടിക്കൂടെ കുഞ്ഞോളെ എനക്ക്? ഞാനേ നിങ്ങളെ മരിയോളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ അങ്ങോട്ട് വന്നത്. സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കണം എന്നുള്ള പൂതി നിൽക്കില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നതേ നിങ്ങളെ മരിയോ നിർബന്ധിച്ചോണ്ട് മാത്രാണ്. കാക്ക പോവല്ലേ, നാളെ കൊണ്ടാക്കി കൊടുക്കാൻ പോവാ, നമുക്ക് ആ വഴി വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ പിന്നെ ഇവിടെ നിക്കാന്ന് വിചാരിച്ച്. അളിയനായി കിടക്കണ ഓനക്കാ തോന്നലുണ്ടായിട്ടു സ്വന്തം ചോരായ അനക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല എന്നുള്ളതേ എന്തൊരു അന്തസ്സിലാപ്പോൾ പറഞ്ഞു നോക്കിന്റെ സെൽമോ. ഉളുപ്പുണ്ടടി അനക്ക്? ഇല്ലെങ്ക വേണ്ട, അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും ഇങ്ങക്ക് പിന്നെ പിടിക്കൂലല്ലോ. എവിടുന്നോ കയറി വന്നവരോടാണല്ലോ ഇപ്പൊ സ്വന്തം മകളായ എന്നെക്കായും സ്നേഹം. ഈച്ചൊക്കെ എങ്ങനെ ആരാം പെരയിൽ നിന്ന് പോണെന്നേ പടച്ചോൻക്കറിയാം. വാണ്ടമ്മ, ആ ചെക്കൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക? കുഞ്ഞോളെ ഇജി പോയിട്ടേ ആരിസിനോടും ഉക്കാനോടൊക്കെ ചോറുന്നാ വന്നിരിക്കാൻ പറയും. ഞാനപ്പോൾ എന്തൊക്കെ കൊടുന്നേക്കാം. ഇവിടെ നിൽക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലെങ്കിലും. ഒന്നുള്ളെങ്കിലേ ഒലക്കോണ്ട് തല്ലി വളർത്തണമെന്ന് പഴമക്കാര് പറഞ്ഞത് വെറുതെ ഒന്നല്ല മളെ. ഇതിപ്പോ 2 ആങ്ങളാർക്കും കൂടിയുള്ള ഒരു പെങ്ങളല്ലേന്ന് വിചാരിച്ചിട്ടേ എല്ലാരും കൂടി കൊഞ്ചിച്ചാണ് തലമ കയറ്റി വെച്ച്. ഇനിയിപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല. ഇജാ പാത്രങ്ങളൊക്കെ കണ്ടെടുത്തോട്ട് സൽമോ, ഞാനത് കൊണ്ടേക്കാം. ഇജപ്പതിന് ബാക്കിയൊക്കെ കണ്ടെടുത്തോട്. ആ